മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം നാം സ്നേഹിച്ചാൽ അതിനെന്ത് മേന്മയാണുള്ളത്? ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ഈശോയുടെ സ്നേഹം ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഓരോ നഴ്സുമാരുടെയും ജീവിത പങ്കാളികൾ അവർക്ക് നൽകുന്ന സപ്പോർട്ട് വളരെ വിലയേറിയതാണ്. ഒരിക്കൽ ദുബായിലുള്ള ഒരു നഴ്സിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയുണ്ടായി, ഓരോ പ്രാവശ്യവും നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോഴും അവളിലുണ്ടാകുന്ന മാറ്റം എന്നെ ഏറെ സ്വാധീനം ചെലുത്തി. അതിനുശേഷം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ തന്നെ അവളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടു ചെല്ലാറുണ്ടെന്ന്. ഇത് എന്തുകൊണ്ടാണ് സാധ്യമാകുന്നതെന്നാൽ ഓരോ പ്രാവശ്യവും നാം നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം നാം ഈശോയ്ക്ക് സമർപ്പിച്ച് പകരം ഈശോയുടെ ഹൃദയത്തിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാം നിറച്ചുകൊണ്ടാണ് പോകുന്നത്. തീർച്ചയായും ഈ സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യാപിക്കും. ഈ നിമിഷം ഖത്തറിലെ നഴ്സസ് സഹോദരിമാരുടെ ജീവിത പങ്കാളികളുടെ അനുഭവ സാക്ഷ്യം ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: ജ്ഞാനം ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമായി മാറ്റുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ മിത്രങ്ങളായി മാറിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന 3 യുവാക്കളെ നമുക്ക് പരിചയപ്പെടാം. ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നും വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച 40 പേരിൽ ഉണ്ടായിരുന്നവരാണ് ഈ 3 പേരും. ആ യാത്രയിൽ അവർക്ക് ലഭിച്ച സ്നേഹവും കരുതലും പ്രാർത്ഥനാനുഭവവുമാണ് അവരെ ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചത്. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർക്ക് വ്യക്തിപരമായും കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരിൽ നിന്ന് തന്നെ നമുക്ക് ശ്രവിക്കാം. നമുക്കവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ജോബി ജോൺ, വൈഫ് സിമി. ഞങ്ങൾക്ക് 2 മക്കൾ. ഞാൻ ഖത്തറിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ്. മീ റെജി അലക്സാണ്ടർ, വൈഫ് റീന തോമസ്. ഞങ്ങൾക്ക് 3 മക്കൾ. ഖത്തറിലൊരു പ്രൈവറ്റ് കമ്പനിയിൽ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. ദിലീപ് തോമസ്, ബിസിനസ് ചെയ്യുന്നു. വൈഫ് സവിത, 2 മക്കൾ. ജോബി, വിശുദ്ധനാട് സന്ദർശനം എങ്ങനെയാണ് ജോബിയെ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചത്? എൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു വിശുദ്ധനാട് സന്ദർശിക്കുക എന്നത്. നഴ്സസ് മിനിസ്ട്രിയിലൂടെ ആ ആഗ്രഹം സബലീകരിച്ച ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ആ യാത്രയിലൂടെ മിനിസ്ട്രിയിലെ കുറേ കുടുംബവുമായിട്ട് പരിചയപ്പെടുവാനും വളരെ സ്നേഹബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു. ഞങ്ങൾ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷവും വളരെ ബോധപൂർവമായി ഞങ്ങൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം പല വീട്ടുകളിൽ ഒത്തുകൂടുകയും പ്രാർത്ഥിക്കുകയും ആ യാത്രയുടെ സ്മരണകൾ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. സിമി നഴ്സസ് മിനിസ്ട്രിയിലെ ആക്റ്റീവ് മെമ്പറായിരുന്നുകൊണ്ട് എന്നെ പലപ്പോഴും ആ മിനിസ്ട്രിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു നേഴ്സല്ലാത്ത ഞാൻ ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയി പോകുമെന്നുള്ള ഒരു ചിന്ത എന്നെ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷേ ദിലീപ് എന്നെ പലപ്പോഴും ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം ദിലീപിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലാനിടയായി. അതെൻ്റെ ജീവിതത്തിലെ വളരെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. വളരെ സിമ്പിൾ ബട്ട് വെരി പവർഫുൾ പ്രയർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കവിടെ കിട്ടിയിരുന്നത്.
പലരും തങ്ങളുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൽ ആശ്രയിച്ചും മറികടക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചു. അതെന്നെ വളരെ സ്പർശിച്ചു. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുട്ടികളെയും ആ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നു. അവരും അത് ഒരു പോസിറ്റീവായിട്ടാണ് എടുത്തത്. അവർക്കും അത് ഇഷ്ടമായി എന്ന് തോന്നിയാൽ ഞങ്ങൾ പിന്നെ കുടുംബമായി അതിലേക്ക് വളരെ റെഗുലറായി തന്നെ പോകാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ചേഞ്ചസുകൾ വരുത്തി. നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജ്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയണം. അത് അവർക്കൊരു സംരക്ഷണ കോട്ടയായിരിക്കും. സാംസ് 127 പറയുന്ന പോലെ, കർത്താവ് വീട് പണിതില്ലെങ്കിൽ പണിക്കാരുടെ ശ്രമം വിഫലമാണ്. നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ വിശ്വാസത്തിലെ ഒരു പടിയിൽ കൂടി മുൻപോട്ട് നയിച്ചതിനും ആ ദൈവത്തിൻ്റെ സ്വർഗീയ സന്തോഷം സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ഓരോരുത്തരും ജീവൻ നയിക്കട്ടെ എന്ന്. റെജി കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് തൻ്റെ വിളിയും നിയോഗവും മനസ്സിലാക്കി ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചു. നിങ്ങളുടെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഈശോയ്ക്ക് എന്നെക്കുറിച്ചുള്ള വിളിയും നിയോഗവും എന്താണെന്നുള്ള ചേച്ചിയുടെ ചോദ്യത്തിന് ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയാണ് എനിക്കതിനോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വാഹന അപകടത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് ഈശോ എന്നെ കൈപിടിച്ച് കയറ്റിയപ്പോൾ ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ഈശോ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രാർത്ഥിച്ചതിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. കൂട്ടായ്മയിലെ നേഴ്സസും അവരുടെ ഫാമിലിയും വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ വൈഫിൻ്റെ നിർബന്ധനാണ് ഞാനും വരാൻ തയ്യാറായത്. പക്ഷേ ആ യാത്രയ്ക്കുള്ള ഒരു വർഷത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും നേഴ്സസും അവരുടെ ഫാമിലിയും അവരോടൊപ്പം ഞങ്ങളെയും സഹായിച്ചതിനാൽ ആ യാത്ര ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയായി ഈശോ സാധ്യമാക്കി തന്നു. ശേഷമുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോ ഒരുക്കി തന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ തിക്ത അനുഭവങ്ങളെ മാനുഷികമായി നേരിട്ട് അതിൽ പരാജയപ്പെട്ടതിൻ്റെ ഫലമായുണ്ടായ പൊട്ടിത്തെറികളെ ഞങ്ങൾ നേരിടേണ്ടി വന്നതും, എന്നാൽ അതെല്ലാം നമ്മൾ വലിയവനായ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോ കുരിശിൽ സഹിച്ച സഹനത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചതിനാൽ ക്ഷമാപൂർവം അതിനെ നേരിടാനും എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള വലിയ ദൈവകൃപയാണ് ഈശോ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നത്. ഇപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ പഴയ പൊട്ടിത്തെറികളോ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലോ പഴിചാരലുകളോ കൂടാതെ പ്രാർത്ഥിച്ച് ക്ഷമാപൂർവം അതിനെ നേരിടാൻ ഈശോ ഞങ്ങൾക്ക് വലിയൊരു കൃപ ഒരുക്കി തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്നത് അവർക്ക് നല്ല അനുസരണശീലം കൊടുത്ത് ഈശോ ഉള്ളിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളായി അവർ വളർന്ന് അതിലൂടെ അവർ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളർന്ന് അങ്ങനെ അവർ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യമായി മാറണമെന്നുള്ള വലിയ ദൈവവിളി എനിക്ക് ബോധ്യമാവുന്നുണ്ട്. നേഴ്സസ് കൂട്ടായ്മയുടെ എല്ലാ ആഴ്ചയിലുള്ള പ്രാർത്ഥനയിലും കൂടിവരവിലും നേഴ്സസ് അല്ലാത്ത എൻ്റെ കസിൻസിനോടൊപ്പം കുടുംബമായി പങ്കുചേരുന്നു എന്നുള്ളതും
കഴിഞ്ഞ നോമ്പിലെ ഏതാണ്ട് എല്ലാ ദിവസങ്ങളും എൻ്റെ 3 വയസ്സായ മകളോടൊപ്പം ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുവാനായിട്ട് ഈശോ എന്നെ സഹായിച്ചു എന്നുള്ളതും ഈശോ ഒരുക്കി തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹബക്കുക്ക് 3:17 പറയുന്നത് പോലെ, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ കുടുംബമായി കർത്താവിൽ സന്തോഷിക്കും. ഞങ്ങളുടെ ദോഹയിലെ ഇനിയുള്ള ജീവിതം കൂട്ടായ്മയിലായിരിക്കുന്നിടത്തോളം കാലവും, നേരെ മറിച്ച് ഈശോ ഞങ്ങളെ ഇനി ലോകത്തിൻ്റെ ഏത് കോണിൽ അയച്ചാലും അവിടെ എല്ലാം ഈശോയുടെ ഹിതം പോലെ കർത്താവിൻ്റെ സാക്ഷികളായി ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഞാൻ കുടുംബമായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് മഹത്വം. ദിലീപ് എങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്? ജോബി റജിയും പറഞ്ഞ പോലെ വിശുദ്ധനാൾ സന്ദർശനമാണ് ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങൾ ആയിരുന്നില്ല. എന്നിട്ടും ഈശോ ഞങ്ങളെ അവരോടൊപ്പം വിശുദ്ധനാട് സന്ദർശിക്കാനുള്ള അവസരം നൽകി. ഈ യാത്ര മറ്റ് പല യാത്രകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഹോളി ലാൻഡിലേക്ക് പോകുവാനുള്ള പ്രിപ്പറേഷനാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. മാസങ്ങളോളം നീണ്ട ഒരുക്കങ്ങൾ, അതായത് ജപമാലകൾ, കുംഭസാരം, വിശുദ്ധ കുർബാന, കുരിശിൻ്റെ വഴി, ഉപവാസം, ഇവയൊക്കെ ഒരുക്കത്തിൻ്റെ ഭാഗമായി. ഈ യാത്ര ആത്മീയമായിട്ടും നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് അടുപ്പിച്ചത്. പിന്നീട് ഞങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും കുടുംബത്തോടെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോകുവാൻ തുടങ്ങി. അതുകൂടാതെ കഴിഞ്ഞ നോയമ്പിന് 50 ദിവസത്തോളം നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ കുരിശിൻ്റെ വഴി സ്കൈപ്പിൽ കൂടെ നടത്തിയിരുന്നു. ചേച്ചിക്ക് അറിയാമല്ലോ, പപ്പ ഇവിടെയുണ്ട്. പപ്പ ബെഡ് റിഡൻ പേഷ്യൻ്റാണ്. എല്ലാ ദിവസവും പപ്പായും ഞങ്ങളും കുരിശിൻ്റെ വഴി കൂടുമായിരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങൾ ലേറ്റ് ആവുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ മക്കൾ സ്കൈപ്പ് ഓണാക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു റെയറായിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ്സ് അല്ലേ. മക്കൾക്കും നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോകുവാൻ ഇഷ്ടമാണ്. അവർ നേഴ്സസ് മിനിസ്ട്രി പോകാൻ തുടങ്ങിയ പിന്നെ എന്നും സ്കൂളിൽ പോകുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച് സ്തുതിയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. എനിക്ക് നേഴ്സസ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ കുടുംബത്തോടെ പോകണം. അത് നേഴ്സുമാർ ആയ നമ്മുടെ ഭാര്യമാർക്ക്, മറ്റ് പല മേഖലയിൽ ജോലി ചെയ്യുന്ന എന്നെപ്പോലെ ഭർത്താക്കന്മാർക്ക് ഇതൊരു വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ 3 യുവാക്കളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന നേഴ്സുമാരല്ലാത്ത ഈ 3 പേരും തൻ്റെ വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിത പങ്കാളികളോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് പ്രത്യുത്തരം നൽകിയപ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടത് നാം കണ്ടു. അതായത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇവരുടെ ഈ വലിയ ആഗ്രഹത്തെ അത്യുന്നതനായ ദൈവം മാനിച്ച് ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും കുടുംബമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതേ സഹോദരങ്ങളെ, എനിക്ക് ഒത്തിരി ആശ്വാസം നൽകുന്ന ഒരു വചനമാണിത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നേഴ്സുമാരായ നമ്മളെ നോക്കി ഈശോ പറയുന്നു, മകളെ, മകനെ, നീ വിഷമിക്കേണ്ട, നിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു നല്ലൊരു ഭാവി, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു നല്ലൊരു പദ്ധതി നിന്നെപ്പറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് വിഷമിക്കാതെ ക്ഷമയോടെ നീ എല്ലാം സഹിച്ചു. നിനക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ നല്ല പദ്ധതിയിലേക്ക്, ആ നല്ല ഭാവിയിലേക്ക് നിന്നെ ഞാൻ ചേർക്കും. എൻ്റെ 27 വർഷത്തെ നഴ്സിംഗ് പ്രൊഫഷനിൽ കഴിഞ്ഞ 23 വർഷമായി മാനസിക രോഗികളുമായി കഴിയാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ വിഷമങ്ങൾ അറിയുവാനും എനിക്ക് തമ്പുരാൻ ഒരുക്കിയ വലിയ ആ അവസരത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. 1995 മാനസിക രോഗികളുടെ വാർഡിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒരു മുൻ പരിചയമില്ലാത്ത എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഒത്തിരി ഭയത്തോടു കൂടിയായിരുന്നു ഞാൻ മിക്ക ദിവസങ്ങളിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 10 വർഷം അങ്ങനെ കഴിഞ്ഞു. ആ 10 വർഷത്തിനിടയിൽ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ഈ രോഗികളെ ഇവിടെ എത്തിച്ചത്, അവരെങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് കൂടുതലൊന്നും രോഗികൾക്ക് വേണ്ടി ചെയ്യുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആശ്വസിപ്പിക്കുവാനോ ഒന്നും കൂടുതലായിട്ട് എനിക്ക് സാധിച്ചില്ല. ഈ 10 വർഷം എൻ്റെ നഴ്സിംഗ് പ്രൊഫഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. അതായത് ഒരു ജൂനിയർ നേഴ്സായ ഞാൻ സീനിയേഴ്സിനെ അവർ പറയുന്നതനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് എൻ്റെ 10 വർഷം കടന്നുപോയി. എന്നാൽ 2006 എനിക്ക് തമ്പുരാൻ വേറൊരു വഴിയൊരുക്കി. ആ വാർഡിൽ തന്നെ ആക്ടിംഗ് ഇൻചാർജായിട്ട് ജോലി ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. ആ അവസരം എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. രോഗികളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളിലൊക്കെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ എങ്ങനെ പറ്റും എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇനി നേഴ്സസ് മിനിസ്ട്രിയുടെയൊക്കെ പല പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഡോക്ടർ ജോണിൻ്റെ ഒക്കെ ക്ലാസ് എനിക്ക് ഒത്തിരി ബോധ്യങ്ങൾ നൽകി. ആ ബോധ്യം ഞാൻ എൻ്റെ രോഗികളിലേക്ക് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെ ഈ മാനസിക രോഗികളെ നമുക്ക് നന്നായിട്ട് ശുശ്രൂഷിക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് എങ്ങനെ അത് പ്രയോജനപ്രദമാകുമെന്ന് എൻ്റെ കൂടെയുള്ളവർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. ഞാനെപ്പോഴും എൻ്റെ കൂടെയുള്ളവരോട് പറയും, മാനസിക രോഗികൾ അവർ നമ്മളുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടമാവണ്ണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഒരു പരിധി ആൾക്കാർ വരെ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒത്തിരി മക്കൾ സൈക്യാട്രിക് ഈ മാനസിക രോഗികളുടെ വാർഡിലേക്ക് കടന്നു വരുന്ന മക്കളെ എനിക്ക് ആശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അതിന് പരാജയപ്പെട്ട് വാർഡിൽ വന്ന ഒരു കുട്ടിയെ എനിക്ക് അവളോട് അടുത്ത് ഇടപെടാനായിട്ട് സാധിച്ചു. അവൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ആ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ആ കുട്ടിക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഉള്ളതുപോലെയുള്ള ഒരു പ്രാർത്ഥനയോ ഒരു പള്ളിയിൽ പോക്കോ ഒരു കുർബാനയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷേ ആ ആശുപത്രിയിൽ കിടന്ന സമയത്ത്
എനിക്ക് ഈശോയുടെ സ്നേഹം അവൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ബൈബിൾ വായിക്കുവാനും കൊന്ത ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും പള്ളി പോകുവാനും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവളെ എനിക്ക് ശക്തിപ്പെടുത്തുവാനും ഈശോയുടെ സ്നേഹം ഈ പ്രാർത്ഥനയിലും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് നിന്നാലേ ഈശോയുടെ അടുത്ത് നിന്നാലേ നമ്മൾക്ക് ഇങ്ങനെയുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് അവൾക്ക് കൊടുക്കുവാനും സാധിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ രോഗിയെ എനിക്ക് ഡിസ്ചാർജ് ആക്കി വിടാൻ സാധിച്ചു. അതുപോലെ ഒരാളല്ല, അതുപോലെ പല മക്കൾ ഇതുപോലെ പ്രത്യേകിച്ച് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അവർ വന്നു ചേരുന്ന മക്കളെ എനിക്ക് ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുവാനും അവരെ നേരായ വഴിയിലൂടെ എങ്ങനെ ഈശോയിലേക്ക് തിരിക്കുവാനും അവർക്ക് ബോധ്യങ്ങൾ കൊടുക്കുവാനും എന്നെ തമ്പുരാൻ ഒരു ഉപകരണമാക്കി. സൈക്യാട്രിക് ഈ മാനസിക രോഗികളുടെ വാർഡെന്ന് പറയുന്നത് ഒരു അവിടുത്തെ നേഴ്സുമാർ, അവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അവിടുത്തെ നേഴ്സസ് സ്പെഷ്യലാണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അവർക്ക് ചില നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലേ ഈ രോഗികളെ അവർക്ക് വേണ്ട മാമണ്ണം ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. സൈക്യാട്രിക്കിലെ നേഴ്സസ് അവർ ഒത്തിരി ക്ഷമയുള്ളവരായിരിക്കണം. അവർ മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു നല്ല ഹൃദയം അവർക്ക് വേണം. അതുപോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അവർക്കൊരു സാന്ത്വന വാക്ക് പറയുവാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതിയുള്ള നേഴ്സുമാരായിരിക്കണം. അതിനൊക്കെ സാധ്യമാകുന്നത് പ്രാർത്ഥന ഒന്ന് മാത്രമാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും അത് മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് ഈ മാനസിക രോഗികളുടെ വാർഡിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാനസിക രോഗികൾ മിക്കവാറും തന്നെ എല്ലാം പൈശാചികമായ ബന്ധനത്തിൽപ്പെട്ട് രോഗികളായി വന്നുകൂടുന്നത് കാണുന്നുണ്ട്. അവിടെയും ഒക്കെ പതറാതെ അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും എന്നെ ഒത്തിരി എനിക്ക് അനുഭവമായിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. അതിലൂടെ എനിക്ക് എല്ലാ നേഴ്സുമാരെയും, ആ വാർഡിലുള്ള നേഴ്സുമാരെ ഓരോ ദിവസവും ഒരു നേഴ്സിനും അവരുടെ കുടുംബത്തിനും വേണ്ടി ചൊല്ലി സമർപ്പിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രോഗികളെയും ഞാൻ സമർപ്പിച്ച് എനിക്ക് ദൈവം എന്നും രാവിലെ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുവാനും എനിക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവിടെ എല്ലാ രോഗികളെയും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെയും അധികാരികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ജോലിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നു. അതൊരു ഭയങ്കര ശക്തിയാണ് രാവിലെയുള്ള വിശുദ്ധ കുർബാനയിലെ സംബന്ധിക്കുന്നത്. പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരു സംഭവം കൂടി എൻ്റെ ഓർമ്മയിൽ വരികയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി. ഞാൻ സാധാരണ ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ തന്നെ കൊന്തയാണ് കീയെക്കാട്ടിൽ മുമ്പിൽ എൻ്റെ കയ്യിൽ വരുന്നത്. കൊന്ത ചൊല്ലിയാണ് ഞാൻ ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. എവിടെ പോയാലും പ്രത്യേകിച്ച് ഞാൻ തനിയെ ഉള്ളെന്നുണ്ടെങ്കിൽ കൊന്ത ഉറക്ക ചൊല്ലി മാതാവിന് മധ്യസ്ഥ അപേക്ഷിച്ചാണ് ഞാൻ പോകാറുള്ളത്. അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി വരുമ്പോഴാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 4 വീലർ എൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ അന്തരീക്ഷത്തിൽ 2 പ്രാവശ്യം റോൾ ചെയ്ത് അത് ഞാൻ പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിലേക്ക് വന്ന് വീഴുന്നു. പെട്ടെന്ന് ഞാൻ ഈശോയെ എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കെ അലറി വിളിച്ചു. എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് അമ്മയുടെയും ഈശോയുടെയും ആ പ്രത്യേക സംരക്ഷണം മാത്രമാണ് ഞങ്ങളെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ആർക്കും ഒന്നും സംഭവിച്ചില്ല. ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ചെറുതായ പരുക്കുകൾ പറ്റിയതേ ഉള്ളൂ. പക്ഷേ ഈശോയുടെ ഒരു വലിയ സംരക്ഷണം എനിക്ക് അവിടെ അനുഭവപ്പെടാൻ സാധിച്ചു. കാരണം ഒരു അല്പം മാറിയിരുന്നെങ്കിൽ ആ 4 വീലർ എൻ്റെ വണ്ടിയുടെ മുകളിൽ വീഴും. അത് അവിടെ വലിയൊരു അപകടത്തിന് കാരണമാകും. ചുറ്റുപാടുമുള്ള എല്ലാ വാഹനങ്ങളും പരിക്കേൽക്കുകയും അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. തമ്പുരാന് അതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥം എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതെന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന വാർഡിൽ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം
അനുഭവപ്പെടാറുണ്ട്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ മാനസിക രോഗികളുടെ വാർഡെന്ന് പറഞ്ഞാൽ ഏത് സമയവും എന്തും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു വാർഡാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം, ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആ ജപമാലയിലുള്ള ഞങ്ങളുടെ മധ്യസ്ഥാപേക്ഷ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മ ആ വാർഡിലൂടെ ഈശോയുമൊത്ത് ഞങ്ങളുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് ഞങ്ങളെ മുൻകൂറായിട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന്. ഞങ്ങളുടെ വാർഡിൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന വാർഡിൻ്റെ ചുറ്റും ചുരുക്കം പറഞ്ഞാൽ ഒരു ജപമാലയുടെ സംരക്ഷണ കോട്ട തന്നെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പും ആ ഒരു ശക്തിയുമാണ് എന്നെ മുമ്പോട്ട് ഈ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചതും. എൻ്റെ ആ സഹനങ്ങൾ ഒക്കെ കടന്നു പോയെങ്കിലും അവസാനം ദൈവം എന്നെ അവിടെ തന്നെ ആ വാർഡിൻ്റെ ഇൻചാർജായിട്ട് എന്നെ ഉയർത്തുകയും അതിലും ഈശോയോട് കൂടുതൽ എന്നെ അടുപ്പിക്കുകയും എനിക്ക് കൂടുതൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആഴപ്പെടാനും ഒക്കെ ദൈവം എൻ്റെ സഹനങ്ങളും എൻ്റെ വിഷമങ്ങളും ഒരു ഇടയാക്കിയതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈ നീണ്ട 23 വർഷത്തെ അനുഭവത്തിൽ നിന്നും എനിക്ക് എല്ലാ നേഴ്സുമാരോടും പറയാനുള്ളത്, പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് പ്രശ്നങ്ങളിലും നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനായിട്ട് എല്ലാ നേഴ്സുമാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിത പങ്കാളി ഈശോ നമുക്ക് നൽകിയ സമ്മാനമാണ്. അവരായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കവരെ സ്നേഹിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയേക്കാൾ വിദ്യാഭ്യാസമോ ശമ്പളമോ കുറവായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മെ വേദനിപ്പിച്ചേക്കാം. എങ്കിലും അവരിൽ പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കിക്കൊള്ളും. ഈ സമയം ദൈവരാജ്യ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന ഓരോ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കുവാനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതിനായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.